നാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്, ഇന്ന് വരുന്നില്ല എന്ന് ചിന്തിച്ചതാ. എങ്കിലും യോഗം നടത്തുന്നവർക്കത് വലിയ മനപ്രയാസമാകും. കുടിച്ചാൻ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ പ്രയാസമാണ്, വിമിഷ്ടമുണ്ട്. എങ്കിലും ഇത്രയും ദൈവമക്കളെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. എങ്കിലും ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതെ പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ദാസനിൽ കൂടി വിലപ്പെട്ട ആലോചനയും കേൾക്കുവാനിടയായി. ഞാൻ രഘുടിച്ചനോട് സമയമൊക്കെ ചോദിച്ചു. സമയം പറഞ്ഞു, എൻ്റെ നടത്തിപ്പിൽ പോട്ടെന്നും പറഞ്ഞു. എങ്കിലും നിങ്ങളുടെ സമയം അധികം കവർന്നെടുക്കുന്നില്ല. നാളെ മംഗലാപുരത്തിന് പോകേണ്ടതാണ്, യാത്രയും അവിടെയും ശുശ്രൂഷ 4-5 ദിവസമുണ്ട്. പോകുന്നില്ല എന്ന് ചിന്തിച്ചത്. അപ്പോൾ അവരും ഇതുപോലൊക്കെ തന്നെ എല്ലാം ക്രമീകരിച്ചിരിക്കുക. അപ്പം ശരീരത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വായിച്ച തിരുവെടുത്തുന്നൂടെ വായിച്ചോ മോളെ. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഇടയ്ക്ക് എനിക്ക് ചിലപ്പം ഇരുന്നോണ്ട് ഞാൻ സംസാരിക്കും, നിൽക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം പണ്ടൊരാൾ പറഞ്ഞ് ഇരുന്നോണ്ട് സംസാരിക്കുക, എന്നാൽ കിടന്നോണ്ട് കേൾക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഇരുന്നോണ്ട് കേട്ടാൽ മതി. ഒന്നുകൂടെ വായിച്ചു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. നമോ നമോ സ്വാമി നമോ നമോ യേശു നായക ശ്രീജ നമോ നമോ സ്വാമി നമോ നമോ മോഷിപു ഗീതരൂപ നമോ നമോ മഗീപാദ. മൊത്തത്തിൽ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ വായിച്ചു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഒരു ദോഷവും സംഭവിക്കില്ല. സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെടുത്ത. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ശലോമോൻ. പ്രഥമ രാജാവ് ശൗൽ, ബെന്യാമിൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗല് കാശു ഉണ്ടായിരുന്നു. 40 കൊല്ലം തട്ടിയും മുട്ടിയും പുള്ളി ഒപ്പിച്ചതല്ല, ദൈവം ഒപ്പിച്ചതാ. ഒടുവിൽ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. കരൂര് വെച്ചാനെന്ത് അപ്പൊ ശ്രദ്ധിക്കുക. 2-ാമത്തെ രാജാവായിട്ട് ദാവീദ് അവരോധിക്കപ്പെട്ടു. 3-ാമത്തെ പ്രധാന രാജാവാണ് ശലോമോൻ. ശലോമോനാൽ എഴുതപ്പെട്ട പ്രധാനപ്പെട്ട 3 പുസ്തകമുണ്ട്. അത് 1 ഉത്തമഗീതം, 2 സദൃശവാക്യം, 3 ഇപ്പം വായിച്ച പുസ്തകമാ സഭാപ്രസംഗി. പുള്ളിയുടെ പേര് തന്നെ അങ്ങനല്ലേ. ഒന്നിൻ്റെ വായിച്ചേ. എന്നെ യെരൂശലേമിലെ രാജാവായി ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ സഭാപ്രസംഗിയ. അപ്പൊ ഇങ്ങനെ പുള്ളി 3 പുസ്തകം പ്രധാനമായിട്ട് എഴുതി.
പിന്നെ ഒരു സങ്കീർത്തനമൊക്കെ പുള്ളി ചമച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേദപുസ്തകത്തിന്റെ ഒരു വിശേഷത, ഇതുപോലെ ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല, ഒറ്റ ഒരുത്തൻ ഉണ്ടാക്കാൻ ഒക്കുകയില്ല. ഇതിന്റെ പേര് തന്നെ സത്യവേദ പുസ്തകമെന്നാണ്. വേറെ വേദങ്ങളൊക്കെ ഉണ്ട്. പണ്ട് വാര്യര് ഒരു ശീല പാടിയല്ലോ, 33 കോടി ദേവന്മാരുമിന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി മാർത്താണ്ഡാഖ്യയായിരിക്കും പ്രത്യക്ഷ ദേവതയുടെ മഹാത്മ്യം ഓർത്തിട്ടുമനയുരുകിടുന്നു. 4 വേദം 6 ശാസ്ത്രം 18 പുരാണം. 4 വേദം 6 ശാസ്ത്രം 18 പുരാണം. അപ്പോൾ 4 വേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ വേദങ്ങൾ പലതുണ്ട്. പക്ഷേ ഇതുപോലൊരു പുസ്തകം, വേദപുസ്തകം, അങ്ങനല്ല, സത്യ വേദപുസ്തകം, ഇത് മുഴുവൻ സത്യമായ കാര്യമാണ്. സ്തോത്രം. വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. ഇത് കയ്യിൽ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇതെടുത്തോണ്ട് നടക്കുന്നത് വലിയ മഹാഭാഗ്യമാണ്. ഇത് വായിക്കുകയാണെങ്കിൽ പിന്നെയും ഭാഗ്യം കൂടുക. ഇത് വായിച്ച് പ്രമാണിക്കുകയാണെങ്കിൽ ഭാഗ്യത്തിന്റെ അയ്യരുകളിയാ. ഇത്രയും ഭാഗ്യം വേണ്ടെന്ന് പറഞ്ഞായിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഭാഗ്യകരമായ ഒരു പുസ്തകം വേറെ ഇല്ല. സ്തോത്രം. ഇത് ചിട്ടയോടും വൃത്തിയോടും ഭക്തിയോടും എടുത്തവർക്കാർക്കും ദോഷം വന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. ഇത് ചെന്ന് കയറിയ വീടിനെല്ലാം അനുഗ്രഹമാണ്. ഇത് ഉയർത്തപ്പെട്ട ദേശത്തിനെല്ലാം അനുഗ്രഹമാണ്. ഇതിനകത്തെ ആമൻ സ്വോത്രം തിരുവചനം എവിടെല്ലാം അറിയിച്ചിട്ടുണ്ടോ ആ ദേശത്തിന്റെ നാടിന്റെ മട്ട് മാറിയിട്ടുണ്ട് ഉണ്ടെന്ന്. ഈ പുസ്തകം എടുത്തോണ്ട് ആര് വിശ്വസ്തരായിട്ടും വിശുദ്ധരായിട്ടും പോയിട്ടുണ്ടോ അവർക്ക് അവരുടെ സന്തതിക്കും ഒരു ദോഷവും വന്നിട്ടില്ല, വരികയില്ല. അത് അങ്ങനെ ശ്രേഷ്ഠമേറിയ ഈ പുസ്തകം അതെടുക്കുവാൻ എനിക്കും ദൈവം ഭാഗ്യം നൽകി. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായി മാർഗത്തിൽ വന്നത് വിസ്തരിക്കുന്നില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഭാഗ്യമുണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം സൂക്ഷിച്ചു. ഇതെടുത്തത് കൊണ്ട് ദോഷമൊന്നും വന്നിട്ടില്ല, വരികയില്ല. ആമൻ. ഇത് എടുക്കാൻ താമസിച്ചതാ എനിക്കുള്ള ഖേദം. ഇച്ചിരി താമസിച്ചു പോയി. സ്തോത്രം. നിങ്ങളിൽ പലർക്കും ഇതൊക്കെ നേരത്തെ എടുക്കാൻ അവസരം ലഭിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അരൂരെ വീട്ടുകാരൊക്കെ പണ്ടേ എടുത്തതാ. ദൈവത്തിന്റെ മഹത്വം. കുഴപ്പം വല്ലതും വന്നോ? ഉറക്കെ പറ. വരികയില്ല. ദൈവത്തിന് മഹത്വം. ദൈവം ആ കുടുംബങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാൻ പരിചയമുള്ളതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചെന്നുള്ളൂ. നിങ്ങളോടൊക്കെ ചോദിക്കേണ്ടതാ. നിങ്ങളെല്ലാം ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. ഇതെടുത്തവർക്കാർക്കും ഒരു ദോഷം വന്നിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അങ്ങനെയുള്ള 66 പുസ്തകം. ആ പുസ്തകത്തിലെ 3 പുസ്തകങ്ങൾ ഓർപ്പിച്ചല്ലോ. മൂന്നാമത്തെ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ ശലോമോനെ പറ്റി പഠിക്കുമ്പോൾ ഈ 3 പുസ്തകം എഴുതിയതിന്റെ കാലത്തെ പറ്റി പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലായെങ്കിലും പറയുക. കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ പൊയ്ക്കോണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും, മൊത്തത്തിൽ കൃപയെന്ന് വീണപ്പോഴും എഴുതിയ പുസ്തകം. കൃപയെന്ന് വീണിട്ടും ധാരാളം പേര് പുസ്തകം എഴുതുന്നുണ്ട്. അത് പ്രകാശനം ചെയ്യുന്നുമുണ്ട് നമ്മുടെ കൺവെൻഷനിൽ. ഉണ്ട്. പ്രകാശനം കഴിഞ്ഞ് കൊച്ചുങ്ങളെല്ലാം അത് വിൽക്കാനും പന്തലിനിടെ കൂടെ നടക്കുക. ഞങ്ങളുടെ ഒരു പയ്യൻ പുസ്തകം വിൽക്കാൻ പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങളുടെ ഒരു പാപിച്ചാനോട് പറഞ്ഞ അച്ഛാ ഇത് 200 രൂപയുടെയാ, ദൈവനാമത്തിൽ 150 തരിക. പുള്ളി പറഞ്ഞു നീ ഒത്തിരി ഒന്നും പുള്ളിക്ക് ലാഭം ഉണ്ടാക്കണ്ട, 200 തന്നെ കൊടുത്തോ, എനിക്ക് വേണ്ട. പുള്ളിക്ക് ലാഭം ഉണ്ടാക്കാൻ ഇറങ്ങി. അപ്പൊ കൃപയിൽ നിൽക്കുമ്പോൾ എഴുതിയ പുസ്തകവും കൃപ പോയിക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപയെന്ന് മൊത്തത്തിൽ പോയപ്പോഴുള്ള പുസ്തകമുണ്ട്. അത് പഠിക്കുന്നത് സാധാരണ പറയുന്നത് കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. പുള്ളിയലാണ്ട് 3000 ചില്ലുവാനും സദൃശവാക്യമൊക്കെ പറഞ്ഞു. സ്തോത്രം. പിന്നെ 1005 ഗീതങ്ങൾ എഴുതി. അതിലൊരു ഗീതമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഉത്തമഗീതം.
ആകെ 1004 നമ്മുടെ കയ്യിലൊന്നും ഇല്ല. അവിടെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. അതുകൊണ്ട് നല്ല പുസ്തകമാണ്. ആ ഉത്തമഗീതത്തിലെ പ്രതിപാദ്യ വിഷയം ഒരു ഇടയച്ചെറുക്കൻ. ആ ഇടയച്ചെറുക്കൻ രക്ഷിച്ച ഒരു പെൺകുട്ടി, പിന്നെ അവളെ പ്രസവിച്ച അമ്മ, ആ വീട്ടുകാര്, അമ്മയുടെ മക്കള്, ആൺപിള്ളേര്, പിന്നെ ശലോമോന്, ആ വെപ്പാട്ടികള്, പിന്നെ പരിചാരക വൃന്ദങ്ങള്, ആ ശലോമോന്റെ ഭാര്യമാര്, പിന്നെ പല്ലക്ക് ചുമക്കുന്ന മിടുക്കന്മാര്, വാളെടുത്ത വീരന്മാര്, അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിലും ആ നല്ല ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് 5:10 മുതൽ. ഓടിച്ചു വായിച്ചു. ആ ഇടയൻ മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ശ്രേഷ്ഠ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. അവന് സ്തോത്രം. വലിയ ഇടയൻ, ആടുകട വലിയ ഇടയനാകുന്ന, ആകാശങ്ങളിൽ കൂടി കടന്നു പോയ അവൻ ശ്രേഷ്ഠ ഇടയനാകുന്ന ആ ഇടയച്ചെറുക്കനെ പറ്റി 5:10 മുതൽ വായിക്കുമോളെ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ള, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. ഇതുപോലെ യോഗ്യനും ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ളവനും മഹത്വമുള്ളവനും കാണാൻ കൊള്ളാവുന്നവനും അംഗീകരിക്കാൻ കൊള്ളാവുന്നവനും ആരാധിക്കാൻ കൊള്ളാവുന്നവനും അനുഗമിക്കാൻ കൊള്ളാകുന്ന ഒറ്റയൊരുത്തനും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുള്ളവൻ. വായിക്കേ. 10,000 പേരിൽ അതിശ്രേഷ്ഠ, 10,000-ങ്ങളിൽ അഴകേതുമൻ പ്രിയനെ. 10,000-ങ്ങളിൽ അഴകേതുമൻ പ്രിയനെ കാണും ഞാനും മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. എനിക്ക് കൂട്ടിത്തരണം, തള്ളിപ്പാടാൻ മേല, ബിംബിഷ്ടമുള്ളത് കൊണ്ടാണ്. ഇന്നത്തേക്കൊന്ന് സഹായിക്കണം. നാളെ വേണ്ട, എന്നാ യോഗമില്ലല്ലോ ഇവിടെ. പരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗധങ്ങൾ. പരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗധങ്ങൾ. പരിചിലായവർക്കായൊരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ. പരിചിലായവർക്കായൊരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ. വിമല സ്ഫടിക തുല്യമാതങ്ക നിർമ്മിത വീതിയും. വിമല സ്ഫടിക തുല്യമാതങ്ക നിർമ്മിത വീതിയും. ഓടാനും ഞാൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. അമെങ്ങാനും ഞാൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. അപ്പൊ ശ്രദ്ധിക്കുക, 10,000 ശ്രേഷ്ഠൻ. അടുത്ത വാക്യമായിരുന്നു മോളെ, ഓടിച്ചു വായിച്ചു. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും. പിന്നെ അവന്റെ കവൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും പിന്നെ നറുന്തൈകളുടെ വാരവും എന്ന് പറഞ്ഞാൽ തലമുടി മുതൽ അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങി. നഖം വരെ ആയി വർണ്ണിക്കുന്നത്, തലമുടി മുതൽ നഖം വരെ. തീരാൻ പോവാ നേരം. എന്നാലും കുഴപ്പമില്ല, 2 ഭാഗത്തെങ്കിലും ഒടുവിലങ്ങ് നമുക്ക് തകർത്തേക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി ചിലപ്പം ഒന്നുകൂടെ വരേണ്ടി വരും. അപ്പൊ ശ്രദ്ധിക്കുക, ആ തലമുടി മുതല് അവൻ നഖം വരെ അംഗപ്രത്യംഗ വർണ്ണന. വൈര് അവന്റെ അതരം താമര പൂവും പോലെ ഇരിക്കുന്നു. അവന്റെ അതരം, അവന് സ്തോത്രം, നാക്കും ചാടിച്ച് നിന്നെ കൊല്ലാൻ വരുമല്ല. അവന്റെ അതരം താമര പൂവും പോലെ ഇരിക്കുന്നു. പിന്നെ അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ല അടുത്തോട്ട് ചെന്ന സുഗന്ധമാണെന്ന്, അല്ലാതെ കെടുമ്പ് നാറുകയല്ല. അടുത്ത വാക്യം. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്നു. അവിടുത്തെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങൾ. പിന്നെ അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. അതെല്ലാം വായിക്കാൻ നേരമില്ല. ഇവളിങ്ങനെ പ്രാണപ്രിയമനെ പറ്റി പാടി പറഞ്ഞ് പുലമ്പി തുള്ളിച്ചാടിയിരിക്കുമ്പോൾ ശലോമോന്റെ പാട്ടുകളും മറ്റേ സ്ത്രീകളെല്ലാം കൂടെ വന്ന് ചോദിച്ചു, നീ ആരെ പറ്റി ആടി പാടുകയും പറയുകയും ചെയ്യുന്നത്? എന്നെ രക്ഷിച്ച് വീണ്ടെടുത്തൊരു ഇടയച്ചെറുക്കനുണ്ട്. അപ്പൊ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വല്ലതും വിശേഷതയുണ്ടോ? അവളത് വിശേഷത ഉണ്ടെങ്കിൽ അവന് മാത്രമേ ഉള്ളൂ. സ്തോത്രം.
നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിജയതയുള്ളോ നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിജയതയുള്ളോ നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളോ ആയിരം പത്താല് നോക്ക അതിൽ എന്നേശു മുഖ്യനായുണ്ട് അക്കരിങ്കാക്കയെ നോക്ക അതിൽ എന്നേശു മൂട്ടിയുണ്ട് അതേ സമയത്ത് ഭയപ്പെടുന്ന ശരീരത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ദീർഘമാക്കുന്നില്ല. 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. ഇതുപോലെ ശ്രേഷ്ഠനും യോഗ്യനും ഉന്നതനും മഹിമയുള്ളവനും മഹത്വവാനുമായ ഒരുവൻ ഉലകത്തിൽ വന്നിട്ടില്ല, വരത്തുമില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറായനാകുന്ന യേശുക്രിസ്തു. അത് കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണ്. അതുകൊണ്ടാണല്ല കൃത്യത്തിന് അംഗപ്രത്യംഗ വർണ്ണനയെല്ലാം കൃപയിൽ നിന്നപ്പോഴാണ്. പിന്നെ കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് സദൃശവാക്യം. മുഴുവൻ ഗുണദോഷമാണ്. മോനെ അപ്പച്ചനെ ബഹുമാനിക്കണം, മോളെ അമ്മേ ബഹുമാനിക്കണം, കള്ളു കുടിക്കരുത്, വീഞ്ഞ് കലയക്കാരനും ഗുണദോഷം പറ. പുള്ളി അടിച്ച് കിറങ്ങി കിടക്കുക, എന്നാലും ചെറുക്കനോട് പറ കുടിക്കാൻ. പുക വലിക്കരുത്, പുള്ളി 2 മൂക്കിൽ കൂടെയും പിന്നെ വായിക്കൂടെയും വിട്ടോണ്ടിരിക്കുക, എന്നാലും കൊച്ചനോട് പറയും വലിക്കരുത്. അത് ചുമച്ചോണ്ടാണ് പുള്ളി പറയുന്നത്. ഗുണദോഷമാണ് മുഴുവൻ കൂടെ. എടേ പരസ്ത്രീയെ നോക്കരുത്, പുള്ളിക്കൊരു 1000 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ടെന്നാ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. കുട്ടിച്ചാൻ വിശ്വാസമില്ലെന്ന് പിന്നെ ഉണ്ടെന്ന് 700 കുലീന ഭക്തികളും പിന്നെ 300 പെണ്ണുങ്ങൾ വേറെ ഉള്ള പെണ്ണുങ്ങളുടെ അയ്യരുകളില്ല. എന്നാലും പുള്ളി കൊച്ചുങ്ങളോട് പറഞ്ഞ് നീ ആരുടെയും ഫോൺ നമ്പരൊന്നും മേടിക്കരുത്, നിന്റെ മൊബൈൽ യൂസിയുടെ ഫോട്ടോ ഒന്നും. പുള്ളിക്ക് 1000 എണ്ണം ഉണ്ട്. എന്നിട്ട് പുള്ളി പറഞ്ഞ് ഞാനിതുവരെ നല്ലൊരെണ്ണത്തിനെ കണ്ടില്ലെന്ന്. അതാ മുഴുവൻ ചാറ്റുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗുണദോഷങ്ങളെല്ലാം പുള്ളി ഇഷ്ടം പോലെ പറഞ്ഞു കൊടുക്കുക. ഈ അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ ബഹുമാനിക്കണം, യോഗം മുടക്കരുത്, ആമേ സ്തോത്രം, ദയ ഉള്ളവനായിരിക്കണം, കരുണ വേണോ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് കൃപയെന്ന് പോയിക്കൊണ്ടിരിക്കുക. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം വന്നപ്പോൾ പുള്ളി തുപ്പട കൃപയെന്ന് പോയി. അതിന് തെളിവാ 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പുള്ളി പറയുക, മനുഷ്യനും ചാകുന്നു മൃഗവും ചാകുന്നു, രണ്ടിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നുണ്ട്? മേപ്പോട്ട് പോകുന്നു, കീപ്പോട്ട് പോകുന്ന ആർക്കറിയാം? ആ പരുവത്തിലായി പുള്ളി. സ്തോത്രം. ഇപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മ ഇതിലെല്ലാം കറങ്ങടപ്പോണ്ടെന്ന്. കത്തുപോയ മേരിത്തള്ള ആഴയാണെങ്കിൽ അമ്മയാണെന്ന് തോന്നുന്നു. അമ്മ തള്ളയെ ഭ്രാന്ത് പറയാതെ, തള്ള ഇവിടെ ഒന്നും ഇല്ല. ഗുണപ്പെട്ട തള്ളയാണെങ്കിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിപ്പുണ്ട്. ഗുണം പിടിക്കാത്ത തള്ളയാണെങ്കിൽ നമ്മുടെ എല്ലാ പുല്ല് പോയതുപോലെ മണിച്ചൻ പോയതകത്താ. ധനവാൻ, അതാ മണിച്ചനെന്ന് ഞാൻ പേരിട്ടേക്കുന്നത്. അല്ലാതെ നമ്മുടെ ഹൈറുന്യൂസായി മണിച്ചനുമല്ല. ഗ്ലൂക്കോസ് 16 മണിച്ചൻ, അതാ ധനവാൻ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ അവിടെ കിടന്ന് യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഗുണപ്പെട്ടതല്ലെങ്കിൽ, ഗുണപ്പെട്ടതാണെങ്കിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക.
ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുന്ന സമയത്ത് വെളിപ്പെട്ട് വരും. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, പുള്ളി പറയാ മേപ്പോട്ട് പോകുന്ന കീപ്പോട്ട് പോകുന്ന ആർക്കറിയാം. ആ പരുവത്തിനായി, ഈ പരുവത്തിനാന്നേലും പുള്ളി പറഞ്ഞൊരു പദം ഇന്ന് രാത്രി നമ്മുടെ ചിന്തക്കെടുത്തിരിക്കുന്നത്. ആ 8:5 വായിച്ചോ മോളെ. ഈ താളെല്ലാം മറിച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന വായിക്കും. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. നല്ല ശക്തിയോടൊന്ന് വായിച്ചിട്ട് ദോഷം വരുന്നത് പോലാണല്ലോ വായിച്ചു വെക്കുന്നത്. കൽപ്പന പ്രമാണിക്കുന്നവനെ ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട്, സമീപവാസികളോട്, ശബ്ദപരിധികൾ ശ്രദ്ധിക്കുന്ന നാട്ടിലെ ബഹുമാന്യരായ സ്നേഹിതരോട് എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാ: ദൈവത്തിന്റെ കൽപ്പന നീ പ്രമാണിച്ചാൽ നിനക്കൊരു ദോഷവും വരികയില്ല. നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. നിന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ദോഷം വരത്തില്ല. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല. ഈ വേദപുസ്തകം ഇത് കൽപ്പനയാണ്. ഇതിലെ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഒറ്റവാക്കി പറയാം, പ്രധാനപ്പെട്ട കൽപ്പന അന്യോന്യം സ്നേഹിക്കണം. അതാ പ്രധാന കൽപ്പന. കാരണം ദൈവം സ്നേഹമാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഞാനും നിങ്ങളും എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? അയലത്ത് കാണുന്നത് മിണ്ടുകയല്ല. എന്ത് ചെയ്യുമ്പോ പാട്ട് പാടുക, സ്നേഹത്തിനാഴവും. അവൻ മെറ്റിലെടുത്തറിയാത്തത് നിന്റെ മഹാഭാഗ്യം. സ്വന്തം ചേട്ടനും അനിയനും അടുത്ത് താമസിക്കുന്ന തമ്മി മിണ്ടുകയല്ല. സ്തോത്രം. ഒരു പ്രയോജനവുമില്ല. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? നിങ്ങൾ തമ്മി സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം അറിയും. തമ്മി നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെ ദൈവസ്നേഹം വ്യാപരിച്ച് അനേകർ നമ്മുടെ കൂടെ വരും. ഇതാരോടും മിണ്ടുകയല്ല. എന്നിട്ടുള്ള തമ്പിയുടെ ഹൃദയം എടുത്ത് അങ്ങ് വിതരണം ചെയ്യാം മുക്കിനും മൂലയിലും. നീ എങ്ങോട്ട്? ഒരാൾ പറഞ്ഞു ഞാൻ തൊളുനാട്ടിലോട്ടാന്ന്, നിനക്ക് എന്നാന്ന് ട്രാക്ട് കൊടുക്കാം. നീ എങ്ങോട്ട്? ഈ പോക്ക് പോയാ നീ എങ്ങോട്ടെന്ന് ആദ്യം പറ. ഇവിടെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങോട്ടാ? അയലത്തുള്ളവനെ സ്നേഹിക്കാത്ത നീ എങ്ങോട്ടാ? ആദ്യം അത് പറ. സ്തോത്രം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ദൈവസ്നേഹമാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ ആ പുസ്തകത്തിലെ പ്രമാണം യേശു പഠിപ്പിച്ചതാ. വിസ്തരിക്കുന്നില്ല. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങളെ ഞാനെന്ന പോൽ തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങളെ ഞാനെന്ന പോൽ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നിത നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങളെ ഞാനെന്ന പോൽ തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങളെ ഞാനെന്ന പോൽ. നിങ്ങളെ ഞാനെന്ന പോൽ. ശ്രദ്ധിക്കുക, അധികം വിവരിക്കുന്നില്ല. ഈ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും നാം സ്നേഹിക്കണം. നമ്മെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നാം ഇഷ്ടപ്പെടണം. തെളിവ്, ഒരു കാലത്ത് യേശുവിന് നമ്മക്കാർക്കും ഇഷ്ടമല്ലായിരുന്നു. സുവിശേഷം കേട്ടപ്പോൾ, ലഘുലേഖ തന്നപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ, എന്റെ ഭാഷ പറഞ്ഞ പുറങ്കാലിനടിച്ച് കളഞ്ഞേച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഓടിപ്പോയതാ. അവൻ പോയവൻ അതിലെ, എന്റെ ഭാഷയാണ്, പോയവൻ അതിലെ ഒരു പോക്ക് വോട്ടെന്നും പറഞ്ഞ് യേശു പോയില്ല. നീ പോയ നിന്റെ പിന്നാലെ തേടി വന്നു. നീ ഇഷ്ടപ്പെടാതിരുന്നിട്ടും ഞാൻ ഇഷ്ടപ്പെടാതിരുന്നിട്ടും ത്യജിച്ചിട്ടും ഉപേക്ഷിച്ചിട്ടും വേണ്ടാന്ന് പറഞ്ഞ് കാലുമടക്കി അടിച്ച് നമ്മുടെ ഇഷ്ടപടികളിൽ കൂടി നമ്മൾ ഓടിയപ്പോഴും പോയവൻ അതിൽ അങ്ങ് പോയി തൊലയട്ടെന്നല്ല, നീയും ഞാനും പോയാ എന്റെയും നിന്റെയും പിന്നാലെ തേടി വന്ന ദൈവസ്നേഹം. ആ സ്നേഹമായി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നത്. നാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടു വന്ന സ്നേഹം. ദൈവത്തിന് മഹത്വം. അതാ കാൽവറിയിലെ സ്നേഹം, അതാ ദൈവം, അതാണ് കൽപ്പന. ആ കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല.
സ്നേഹത്തെ പറ്റി കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. അല്ല, 2 പദം എടുത്തോണ്ട് പറയാം. എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. വേറെ ഒത്തിരി ഉണ്ട്, ഞാൻ 2 പദം. എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. ആ സ്നേഹം ആരുടെ ഉള്ളിൽ വ്യാപരിക്കും, അവർ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും. എല്ലാം സഹിക്ക്, എല്ലാം പൊറുക്ക്, നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. ചിലപ്പോൾ നമുക്കെതിരെ വിരോധമായി പറഞ്ഞെന്ന് വരാം, പ്രവർത്തിച്ചെന്ന് വരാം, ചിന്തിച്ചെന്ന് വരാം. ദൈവ പൈതലേ, അതൊന്നും തിരിച്ച് ഒന്നും ചെയ്യരുത്, പറയരുത്. അതെല്ലാം പൊറുക്കുന്നെങ്കിൽ, എല്ലാം സഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സ്നേഹം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അപ്പോ കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. 1-2 കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് ഓർപ്പിച്ച് ഇന്ന് രാത്രി വേഗത്തിൽ നിർത്താം. കൽപ്പന പ്രമാണിച്ച ചില പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു? വായിച്ചേ, പുറപ്പാട് പുസ്തകം, നമുക്കറിവുള്ള വാക്യമാ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവെടുത്തും 12-ാം അധ്യായത്തിന്റെ 50-ാമത്തെ തിരുവെടുത്തും മോളെ വായിച്ചേ. മോടെ പേരെന്നാ? ബെത്സി വായിക്ക്. 28, 50, 12. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. 50 കൂടെ വായിച്ചോ, വലതുവശത്ത് വീട്. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. കൽപ്പന പ്രമാണിക്കുന്നവൻ ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇവിടുത്തെ പശ്ചാത്തല ഭാഗവും ചരിത്രം അറിയാം. യഹോവ അഹരോനോടും മോശയോടും കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ ചെയ്തു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? ദൈവം അവരെ വിടുവിച്ചു. പശ്ചാത്തല ഭാഗം അറിയാം. ദൈവത്തിന്റെ ജനം മിസ്രയീമിൽ അടിമകളായി പാർക്കുക. ഏതാണ്ട് 430 വർഷം അടിമകളായി പാർത്തെങ്കിൽ 215 വർഷമാണ് ശക്തമായ പീഡ. ആ പീഡ നിമിത്തം ഇവർ നിലവിളിച്ചുവരെ ഉത്തരിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. പ്രാരംഭത്തിൽ മോശ മുഖാന്തരം അടയാളങ്ങളൊക്കെ ചെയ്തെങ്കിലും ഫറവോന് മാനസാന്തരം ഒന്നും വന്നില്ല. വെള്ളമെല്ലാം കൂടെ രക്തമായി. പിന്നെ തവള കയറി വന്നു, നായീച്ച വന്നു, പേൻ വന്നു, പേനെ കൊണ്ട് ചൊറിഞ്ഞു, പാട് വന്നു. എന്നിട്ട് മാനസാന്തരമില്ല. പിന്നെ ഹീരോര് തപ്പി നടക്കുക. പറക്കോട് പോകുമ്പോൾ ഹീരോലി അല്ല, നീ ഹീരോലിക്കിട്ട് ഇങ്ങനെ വലിച്ചാലൊന്നും പേൻ മാറുകയില്ല, ബാധയാ. സ്തോത്രം. ഒരാൾ പറഞ്ഞ്, എണ്ണക്കേടാന്ന് ബലാ കുളിച്ചാതി തേക്കുന്നൊക്കെ നിർത്തിയ അതിനെ മനിട്ടാതി തേക്കാൻ. നീ എന്നാ മനിട്ടാതി തേച്ചാലും ഇത് ദൈവത്തിന്റെ ബാധയാ. ചുരുക്കി പറഞ്ഞാൽ ബാധ കൊണ്ട് പൊറുതിമുട്ടി. ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. 9 ബാധപ്പെട്ടിട്ടും ഫറവോന് മാനസാന്തരമില്ല. അവൻ ദൈവം തമ്പുരാൻ ഒരു കൽപ്പന അങ്ങോട്ട് പുറപ്പെടുവിച്ചു. അവൻ മോശ മുഖാന്തരം പറയുക. പിന്നൊരു കാര്യം, 10ാമത്തെ ബാധ വിടാൻ പോകുക, സംഹാരബാധ. ആ സംഹാരബാധയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാം. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരു കുഞ്ഞാടനെ അറുത്ത് ചോരത്തെളിയാചരിക്കണം. ആ കുഞ്ഞാടനെ ഇറക്കണം. വീടൊന്നിന് ആട്ടിൻകുട്ടി. അത് ആമൻസ്തോത്രം ആണായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. അത് 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. ഈ ആട്ടുകുട്ടിയെ 10-ാം തീയതി എടുത്ത് വേർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് തന്നെ അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടിളക്കാൻ 2ലും കുറുമ്പടിമേലും പുരട്ടണം. അതാ പ്രമാണം. ആ കുഞ്ഞാടിന്റെ പ്രമാണം വായിച്ചേ. 12-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. ബെത്സി അല്ലേ? വായിരുന്നു. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി. ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. പിന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് ദൈവം കൽപ്പന കൊടുക്കുക. നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടിയെ വീതം ഓരോ കുടുംബക്കാരും ഒരു ആട്ടിൻകുട്ടിയെ വേർതിരിച്ചു നിർത്തണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും. അപ്പോൾ വീടൊന്നിന് ഒരു ആട്ടിൻകുട്ടി. ഏതാണ്ട് 6,3351 ആട്ടുകുട്ടനൊക്കെ ഒരു കണക്കുണ്ട്. അവിടെ ഇരിക്കട്ടെ, അതിപ്പോ തർക്കമാക്കണ്ട. ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. കാണുന്ന ആനനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടിൻകുട്ടിയുടെ യോഗ്യത 12:5 വായിരേ. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. ആൺകുട്ടിയായിരിക്കണം. പിന്നെ അത് ചെമ്മരിയാടോ കോലാടോ ആകാം.
ആകാം. പിന്നെ ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. പിന്നെ അതിന്റെ രക്തം കുറെ ആട്ടിൻകുട്ടികളുടെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരിയോടുകൂടി അതിനെ തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീ ചുട്ടിട്ടല്ലാതെ വെള്ളത്തിൽ പുഴുങ്ങിയോ പച്ചയായിട്ടോ തിന്നരുത്. ഇതാണ് കർക്കശ കൽപ്പന പ്രമാണം. ഈ ആട്ടിൻകുട്ടി ആരെന്ന് ചോദിച്ചാൽ ദൈവമക്കൾക്കറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് പറയുക, ഇത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ സങ്കോചം കൂടാതെ പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്, ഇതാണ് ലോകരക്ഷിതാവായ ദൈവകുഞ്ഞാട്. ആമേൻ. പൗലോസ്ലീഹ പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കുഞ്ഞാട് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ നടല. കുഞ്ഞാടിന്റെ വിശേഷത ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്ത പാപമില്ലാത്ത പാപം ചെയ്യാത്ത പാപമേശാത്ത പാപമില്ലാത്ത പാപം ചെയ്യാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. യാതൊരു അപാകത യേശുവിനില്ല. 2 കണ്ണും 2 കൈ, അതൊക്കെ അതിന്റെ ഒറിജിനലേ. ഒരു തല മതിയല്ലോ, ഇതിനകത്ത് സാധനമുണ്ട്. ഒരു തല മതി. യോടി എന്തോ ലക്ഷണമാണ്. സ്തോത്രം. അതിമനുജനാം ആദാമിൽ കൊണ്ടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരത്തുമ ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമതി മകൾ വീട്ടകത്തിൽ വന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ വെള്ളോട്ടുള്ള തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ള കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. അപ്പൊ ശരിക്ക് സാക്ഷാൽ പുരുഷൻ, ഉത്തമനായ പുരുഷൻ. ഈ 24 വൃത്തത്തിൽ ഒരു പ്രയോഗമുണ്ട്, അത് എഴുത്തച്ഛൻ കൊടുത്തിരിക്കുന്ന, മലയാള ഭാഷയുടെ പിതാവായിട്ടാണല്ലോ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഉത്തമ പുരാണ പുരുഷന്റെ ചരിതാനം ഉത്തമമിതാതിലേക്ക് നായക ചരിത്രം. അപ്പൊ ഉത്തമ പുരാണ പുരുഷൻ, സാക്ഷാൽ ഉത്തമനായ പുരുഷൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്ത, പാപം നീണ്ടാത്ത പരമപുരുഷനായ ഉത്തമ പുരാണ പുരുഷൻ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഊനമില്ലെന്നാ. നമുക്കെല്ലാം ഊനമുണ്ട്. നമ്മുടെ നോട്ടോ എനിക്കാണെ മുഴുവൻ ഊനമാണ്. ഇവിടെ തള്ള ചോദിച്ചാൽ തൊണ്ട തന്നെ എങ്ങെത്തിക്കുന്നെന്ന്, അതൊരു ഊനം. വേറെ തള്ള ചോദിച്ചാൽ ഇതെന്തിനായിട്ടാണ് നടക്കുന്നത്, അത് വേറൊരു ഊനം. സ്തോത്രം. എന്നാളൊരു തള്ള ചോദിച്ചു ഇത്ര ഇറക്കമുള്ളത് എന്തിനായിട്ട് നിന്ന്, അത് വേറൊരു തള്ള നോക്കുമ്പോൾ ഇതെല്ലാം ഊനമാണ്. സ്തോത്രം. വേറൊരപ്പം ചോദിച്ചു പ്രസംഗിക്കാൻ വിളിച്ചാൽ പ്രസംഗിച്ചാൽ പാടുന്ന എന്തിനാണ്, അത് വേറൊരു ഊനം. എന്തൊക്കെ തന്നെ പാതിരി ഒന്നുമില്ല, ഇങ്ങനെ ഇന്ന് ഇറക്കുന്നതല്ലാതെ. സ്തോത്രം. ഇടയ്ക്ക് ചില ശ്ലോകവും ഒക്കെ ചൊല്ലുമ്പോൾ ഒരു തള്ള ചോദിച്ചാൽ അതിനെ ബന്ധനങ്ങൾ ഇനി അഴിയാനുണ്ടെന്ന്, അത് വേറൊരു ഊനം. അങ്ങനെ എന്തെല്ലാം ഊനങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന സകലർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു അപാകതയുള്ളവരാ മുഴുവനുണ്ട്. ആ കുട്ടിച്ചാൻ ഊനമില്ലേ?
കൊച്ചുങ്ങളെ നിങ്ങൾക്ക് ഊനമില്ലേ? ഒന്നുമില്ലേ? ഇല്ല, ഞാനിപ്പോ തെളിയിക്കാൻ പോകണ്ടെന്ന് കൊച്ചുങ്ങളുടെ ഊപ്പാട് വരും. ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ ഒരപാകതയുള്ളതാ. അത് നമ്പ്യാര് പണ്ട് പറഞ്ഞു, ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ. 1,00,000 പേര് പോയാൽ കൊള്ളാവുന്നത് 1 2. ഒരുത്തിനെ പറ്റി പറയുക, ഈ മുഴുവൻ കഷണ്ടിയാ. അപ്പൊ പുള്ളി എഴുതുന്ന കൊടുവയിൽ തട്ടിച്ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലരി പൊരിക്കാൻ. അയാൾ വെയിലത്തൂടെ പോയപ്പം നമ്പ്യാര് പറയാ, തലയിലൊട്ടിച്ചിര നെല്ലിട്ട പിടിപിടാന്ന് പൊട്ടി വരിക, അത്രയൊക്കെ തിളച്ച് നിൽക്കുകയാണ്. കൊടുവയിൽ തട്ടിച്ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലരി പൊരിക്കാം. അത് പുള്ളിയുടെ കുഴപ്പം. ഒരുത്തൻ മിടുമിടുക്കനാ, പക്ഷെ പൂച്ചക്കണ്ണെന്നുണ്ടൊരു ദോഷം. പുള്ളി പൂച്ചക്കണ്ണന. നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഒരുത്തൻ നല്ല ജാതിയിലും കുടുംബത്തിലും ഒക്കെ പിറന്നതാ, പക്ഷെ നല്ലൊരു രൂപഗുണങ്ങളും ഉണ്ട്. ഹരിയെന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. റൈബാന്റെ കണ്ണടയൊക്കെയാ വെച്ചേക്കുന്നത്. വാൻ ഹുസൈന്റെ ഷർട്ടും പിന്നെ അലൻ സോളിയുടെ അങ്ങനെ കണ്ടൊരു ഇല്ലേ? ഓ, നിങ്ങൾ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ജോൺസൺ ഇഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ പറയുന്നില്ല, ജോൺസൺ തന്നെ പറ. ഒരു ഗിരിയൊക്കെ ഈ പാന്റും ഷർട്ടും ഒക്കെ നല്ലതാ. റൈബാന്റെ കണ്ണട റാഡോടെ വാച്ചും ലോറിന്നൊക്കെയാ പറയുന്നത്, കാണിക്കാനാ. പിന്നെ പക്ഷേ എഴുത്തും വായന അറിയാൻ മേല. നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരിയെന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. അവന്റെ കുഴപ്പം. വേറൊരുത്തിനെ പറയാ, കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ വേണ്ടാധീനമൊക്കെയുണ്ട്. കണ്ടാ നല്ല മിടുക്കന, പക്ഷെ മുഴുവൻ വേണ്ടാധീനമാണ്. കണ്ടാ നല്ലൊരു പൂരുഷൻ എന്നാൽ വേണ്ടാധീനമൊക്കെയുണ്ട്. കണ്ട ജനത്തോട് ചുണ്ടിയടിക്കും, രണ്ടാം വാക്കിന് കയറിയടിക്കും. വീട്ടിൽ പോയപ്പോ ബട്ടൻസ് എല്ലാം ഉണ്ട്. വൈകിട്ട് വന്നപ്പോ 4 ബട്ടൻസ് ആണുങ്ങൾ. അതാ അതിനകത്ത് പാലത്തിൻ്റെ അവിടെ കിടപ്പുണ്ട്. അടിവെട്ടി കണ്ട് ഊപ്പാട് വന്ന സ്തോത്രം. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്കുമുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്നാൽ കുഴപ്പമില്ലാത്ത, ഊനമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത, യാതൊരു അപാകതയുമില്ലാത്ത ഒരുവനേ ഉള്ളൂ. അത് നസറായനാകുന്നു യേശു. പ്രൈസ് ദി ലോർഡ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനിൽ ശരണം പെട്ടാരുമേ ആരുമേ ഒരു ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കർത്താവിന് മഹത്വം കൊടുക്ക. ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ചുരുക്കി പറഞ്ഞാൽ ആ കുഞ്ഞാടിനെ അറുത്ത് ആ ചോര കട്ടളക്കാർ രണ്ടിലും കുറുമണിമലും പുരട്ടി. ഇത് രക്ഷാനിർണയത്തെ കാണിക്കുന്നതാ. ഈ ചോര യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഊറ്റിയതിനെ കാണിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിനക്ക് പാപമോചനമുണ്ട്. യേശുവിന്റെ രക്തത്താൽ നിന്റെ സകല പാപങ്ങളും പരിഹരിക്കും. ദൈവത്തിന്റെ മകത്ത് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ഈ കൽപ്പന നീ അനുസരിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്.
Praise the Lord. അവിടുത്തെ പരിശുദ്ധ രക്തത്തിന്റെ വിശേഷത പാപമില്ലാത്ത രക്തമാ, കളങ്കമില്ലാത്ത രക്തമാ, വിലയേറിയ രക്തമാ, പുണ്യാക രക്തമാ, സംസാരിക്കുന്ന രക്തമാ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഇന്ന് രാത്രി നീ ദൈവത്തോട് ഏറ്റുപറ, യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപം ക്ഷമിക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഇന്ന് രാത്രി എന്നെ കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കുകയും നിന്റെ സകല പാപങ്ങൾ പോക്കി ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. Praise the Lord. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ആ കൽപ്പന ഇസ്രായേൽ മക്കൾ അക്ഷരം പ്രതി അനുസരിച്ചു. സംഹാരബാധയിൽ നിന്ന് ദൈവം രക്ഷിച്ചു. ഇന്ന് രാത്രി സംഹാര ശക്തിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളതായ യേശുവിന്റെ രക്തം, സകല പാപങ്ങളും പോക്കുവാൻ പരിഹരിക്കുവാൻ കഴിവുള്ളതായ യേശുവിന്റെ രക്തം. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് തിരുമുൽ കാഴ്ചയും വെക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പറ, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്റെ പാപം മോചിക്കണം, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഈ രാത്രി യേശു രക്ഷിക്കും. ഇത് സുപ്രസാദ കാലമായി, ഇത് രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ചൊല്ലി വായിക്കുന്ന നാളെയും യോഗം ഉണ്ടെന്ന്. നാളെ ഇവിടില്ലെങ്കിൽ യോഗം പലയിടത്തുണ്ട്, നീ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? പണ്ടത്തെ പോലെ ഒന്നും അല്ല അമ്മ ഇപ്പൊ ജാഗ്രത. ഇപ്പൊ പെട്ടെന്നാ ജാകുന്നത്. എങ്ങനെയായിരുന്നു? സൈലന്റ് ആയിരുന്നെന്ന്. പുള്ളി യോഗത്തിനും സൈലന്റ് ആയിരുന്നു. പിന്നെ വന്നപ്പോ മുതൽ ഞാനും നോക്കുക, സൈലന്റാ. സ്തോത്രം. പണ്ട് ജാതിയല്ല, ഇങ്ങനെ വലിച്ചു കിടക്ക്. നമ്മൾ ചെന്ന് ചോദിക്കും, ഇന്ന് എങ്ങനെയുണ്ട്? ഇന്ന് ചെള്ളയ്ക്കൊരു നീർക്കോളും ഒക്കെ ഉണ്ട്, മിക്കവാറും വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ വെളുപ്പിനെ ചെല്ലുമ്പോൾ പുള്ളി ഒട്ടവാലെടുത്ത് കിടക്കുന്നു. പാനൊന്നും താല്പര്യമില്ല. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നെ നിന്നെങ്ങനെ, ഇന്ന് കാലിന്റെ പൊത്തയെല്ലാം വേർതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു കുറുകുറുപ്പും ഒരു മുട്ടലും ഉണ്ട് മിക്കവാറും. നമ്മൾ പിറ്റേന്ന് ചെല്ലുമ്പോൾ പുള്ളി പ്ലാവല കൂട്ടി പൊടിയരിക്കഞ്ഞ് കുടിക്കുന്നു. ഇടയൊക്കെ ഒന്ന് കുറച്ചുകൂടെ കൊണ്ടുവരാൻ പോകാനൊരു താല്പര്യവും ഇല്ല. പണ്ടൊക്കെ അങ്ങനെ. പിന്നെ ഞങ്ങൾ ഉപദേശിമാരി ചെല്ലുമ്പം വീട്ടുകാരും കാരണം മരുമക്കളാണ് പറഞ്ഞ് ദൈവഗീതത്തിനായി തന്തയാകാൻ പ്രാർത്ഥിക്കണമെന്നായി പറഞ്ഞത്. പിന്നെ പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ അറിയാം, അതിൻ്റെ പരുവത്തിന് ഞങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങനെയൊക്കെ പല കേസ് പോയിട്ടുമുണ്ട്. പിന്നെ വിഷയത്തിൽ ഞാൻ പോകുന്നിടത്തെല്ലാം കൃത്യമാണ്. പോയി കിട്ടിക്കാൻ എത്ര കേസായി. ഞാൻ എവിടെയെങ്കിലും പോകാന്ന് പറയുമ്പോൾ ഈ ചൂപ്പാസ് പറയും, അല്ല ഞാൻ തീർത്ത് പ്രാർത്ഥിക്കും, കർത്താവ് ആയുസ് കൊടുക്കാൻ ദൈവത്തിന് തിരുവിധമുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിക്കണം. അതല്ല ചേർക്കാൻ സമയമായെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചേർക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. അവിടെ കിടന്നു ചൂടുവെള്ളം കുടിച്ച് കിടക്കാതെ മരുമകൾ വെള്ളം അനത്തി അവിടെ ഊപ്പാട് വരിക. അനത്തുമ്പോഴെല്ലാം പ്രാഗ് ഈ മുടിയാന്തരം നന്ദൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ പ്രാക്ക് മേടിച്ച് കിടക്കുന്നേ? നേരത്തെങ്ങാനും വീട്ടിൽ പോകാൻ നോക്ക്. പേടിക്കാൻ പറഞ്ഞതല്ല അമ്മേ, കാര്യത്തിന്റെ ഗൗരവത്തോടെ പറഞ്ഞതാ. ആയുസ് ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കണം. എന്തായാലും ഒരു കാര്യം പറയാൻ, മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മരണത്തിന്റെ തണുത്ത നേരം വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ക്രിസ്തുവിന് ഹൃദയമെന്നിരാത്തുകൾ. ഇത് സുപ്രസാദ കാലമാണ്. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നെന്ന് ആരറിയുന്നു? ദൈവത്തിന്റെ മകത്ത്. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാൻ, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്കാൻ ശൂലേമിയാണ്. ഓരാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്കാൻ ശൂലേമിയാണ്. ഇന്ന് രാത്രി ഈ സുപ്രസാദകാലോ, ഈ രാത്രി രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വേണം ഇവിടുന്ന് പോകാൻ. നാളെ ഒരു യോഗത്തിന് കൂടുമെന്നോ നാളത്തെ പ്രഭാതം കാണുമെന്ന് ആരറിഞ്ഞു?
കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ല അവസരം തന്നിരിക്കുക. അല്പസമയം പോയി ഞാനും അല്പ ക്ഷീണത്തോടൊക്കെ വന്നെങ്കിൽ പറയാതെ പോകുന്ന തരമല്ല. ഇന്ന് രാത്രി നിന്നെ യേശു സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി യേശു നിന്നെ ഇഷ്ടപ്പെടുന്നു. നീ അബദ്ധത്തിൽ വന്നതല്ല, അക്കിടി പറ്റി വന്നതല്ല. ദൈവം നിന്നെ കണ്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ കൂട്ടിവരുത്തിയത്. അതുകൊണ്ട് ഈ പന്തല് വിട്ടു പോകുന്നതിന് മുമ്പ്, അവൻ തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ് ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. രോഗികൾ സൗഖ്യമാകുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, പുതുഭാഷയിൽ സംസാരിപ്പിക്കുന്ന നാമം, നിന്റെ കെടുതികൾ അടിച്ചു മാറ്റുന്ന നാമം, നിന്നെ രക്ഷിക്കുന്ന നാമം, സകല ബാധകളെ അടിക്കുന്ന നാമം. ഇന്ന് രാത്രി ആ നാമത്താൽ പാപമോചനവും രക്ഷയുമുണ്ട്. Praise the Lord. പള്ളി പണിത് കൊടുത്തത് കൊണ്ടോ, കുരിശും തൊട്ടിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് ഹോൾ വെച്ചത് കൊണ്ടോ, ഉപരാജ്യമാർക്ക് യാപ്പാട് കൊടുത്തത് കൊണ്ടോ, പാൻ മേടിച്ചിട്ട് കറക്കിയത് കൊണ്ടോ, ആമൻ സ്വന്തം സാമ്പാർ വെച്ച് എല്ലാത്തിനും ഊട്ടിച്ചത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. അത് തെറ്റാന്നല്ല. വീട്ടുപേരന്നെ പള്ളിപ്പറമ്പില് നീ നരകത്തിൽ പോകും കേട്ടോ. പള്ളിപ്പറമ്പിൽ വീട്ടുപേരെന്നാ കുരുടാമണ്ണിൽ. എടാ കണ്ണ് തുറക്കാദ്യം. കുരുടാന്ന് കണ്ണ് തുറക്കണ്ടേ? ഈ ഈ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിരിക്കാൻ ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ. പെന്തിക്കോസിൽ പോയതല്ല വിഷയം, ഹോള് പണിത് കൊടുക്കാൻ സ്ഥലം കൊടുത്തതല്ല വിഷയം. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കുരിശുമൂട്ടിലെയാ, കുന്നേലെയാ, അമ്മ പള്ളിത്താഴത്തെയാ, പള്ളിപ്പറമ്പിലെയാ, പള്ളിമേലേതിലെയാ എന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോകുക. അച്ഛനുണ്ടെന്നോ കപ്പിയാരുണ്ടെന്നോ മെത്രാനുണ്ടെന്നോ അവരുടെ കാര്യം തന്നെ ഇപ്പം പരിവക്കേടാ. ഉപദേശിയുണ്ട്, സെൻട്രൽ പാസ്റ്റർ, പുള്ളിയുടെ കാര്യവും പരിവക്കേടാ. പുള്ളി ഇപ്പൊ എങ്ങനെയാന്ന് ഓർത്ത് പുള്ളി ഇരിക്കുക. സെൻട്രൽ പാസ് ആയതുകൊണ്ടോ, അച്ഛനായതുകൊണ്ടോ, കപ്പിയാറുള്ളത് കൊണ്ടോ, ജമ്മാച്ചനുള്ളത് കൊണ്ടോ, കന്യാതിരി ഉള്ളത് കൊണ്ടോ, ആമൻ സ്വോത്രം സഭയുടെ മേലധ്യക്ഷന്മാര് കുടുംബത്തിലുള്ള കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. തങ്കമ്മേ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തോമാ തോമാന്ന് എഴുതിയാലെന്ന് നീ പോക്ക് നടക്കുകയല്ല. തോമാ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അത് യേശു മാത്രമാണ് രക്ഷകൻ. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. അതിന് ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ല അവസരം തരിക. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു മാത്രമാണ് രക്ഷകൻ. ഓടിച്ചവസാനിപ്പിക്കാൻ വേഗടിച്ച സമയനായി. 9 കഴിഞ്ഞു. ആർക്കും കുഴപ്പമില്ല. എനിക്കാണോ വേഗടിച്ചാണോ? 9:30 ആകുമ്പോൾ നിർത്താം. ഏതായാലും വയ്യാതാവന്ന് എന്നാലും പറയാതെ പോകാൻ. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തന്നിരിക്കുക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. 5 പൈസ കൊടുക്കണ്ട, അരക്കാശും കൊടുക്കണ്ട, കൈയും കാലും ഒന്നും പൊക്കി കിടാൻ അടിക്കുകയൊന്നും വേണ്ട. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവെ, എന്നെ രക്ഷിക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ തള്ളിക്കളയരുത്. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. മോശയോടും മകരോടും പറഞ്ഞ കൽപ്പന ഇസ്രായേൽ മക്കൾ അക്ഷരം പ്രതി അനുസരിച്ചു. ഒരു ദോഷവും വന്നില്ല. പ്രമാണിക്കാത്തവർക്ക് എന്തോ സംഭവിച്ചു. അതുകൂടെ വായിച്ചേ മോളെ. 33:1 വായിച്ചേ. ആവർത്തന പുസ്തകം 33. ബെറ്റ്സി വായിച്ചേ. ആവർത്തനം 33:1 മുതൽ വായിച്ചേ. പ്രമാണിക്കാത്തവർക്ക് എന്നാ എന്തോ സംഭവിച്ചെന്നും പ്രമാണിച്ചവൻ എന്തോ സംഭവിച്ചെന്നും. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. സംഖ്യാപുസ്തകം 33. സംഖ്യ ഞാൻ ആവർത്തനമല്ല പറഞ്ഞു. സംഖ്യ 1 മുതൽ വായിച്ചേ. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണ ക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ച് താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1-ാം മാസം 15-ാം തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. കൽപ്പന പ്രമാണിച്ചവരെ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ച്
കട്ടളക്കാരെങ്കിലും കുറുമടി വരെ പുലർത്തി കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനെ കയ്പുചീരയും പുളിപ്പില്ലാത്ത അപ്പം കൂടെ കൂട്ടിപ്പിടിച്ച് പൂജിച്ച് അർദ്ധരാത്രിയിൽ വെളിയിറങ്ങാതെ ചോരത്തളി ആചരിച്ചവരുടെ കാര്യമാ പറഞ്ഞത്. വായിച്ചവര് വായിച്ചേ. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ, പെസഹ കഴിഞ്ഞതിന്റെ പിറ്റേ 15-ാം തീയതി, 14-ആണല്ലോ, 15-ാം തീയതി. പിന്നെ പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളെല്ലാം മിസ്രയീമ്യരും കാണുക യുദ്ധസന്നദ്ധരായി. നന്നായിട്ട് വായിക്കും ബെറ്റ്സി, ഒന്നുകൂടെ വായിച്ചേ. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളെല്ലാം മിസ്രയീമ്യരും കാണുക ബെറ്റ്സി നന്നായിട്ട് വായിക്കേ. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ, പെസഹ കഴിഞ്ഞതിന്റെ പിറ്റേന്നാള് ഇസ്രായേൽ മക്കളെല്ലാം മിസ്രയീമ്യരും. മോള് പേടിക്കണ്ട, വായിച്ചോ, ഞാൻ അങ്ങോട്ട് വരത്തില്ല, ഇവിടെ ഇരിക്കുകയല്ലേ, മോളങ്ങ് വായിക്കേ. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ. നമ്മുടെ മോളാണോ? എനിക്ക് തോന്നി വിളിച്ച മൈക്ക് ആടി എടുത്തപ്പോ എനിക്ക് തോന്നി. അപ്പൊ നമ്മുടെ ആളാ. മോള് ധൈര്യത്തോടെ വായിച്ചു. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ, പെസഹയുടെ പിറ്റേന്നാള് ഇസ്രായേൽ മക്കൾ എല്ലാം ഇസ്രായേലും കാണുക, ഇസ്രായേൽ മക്കൾ എല്ലാം ഇസ്രായേലും കാണുക യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ, കൽപ്പന പ്രമാണിച്ച സകല ഇസ്രായേൽ മക്കളും പെസഹയുടെ പിറ്റേന്നാള് സകല ഇസ്രായേലിനും കാണുക യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അടുത്ത വാക്യമായിരുന്നു ബെറ്റ്സി. മിസ്രയീമ്യരോ അതാണ്ട് പ്രമാണം കാക്കാഞ്ഞ, കൽപ്പന പ്രമാണിക്കാഞ്ഞ, കുഞ്ഞാടിനെ വേർതിരിക്കാഞ്ഞ, രക്തത്തളി ആചരിക്കാഞ്ഞ, കയ്പുചീരെ പുളിപ്പില്ലാത്ത അപ്പോ കൂട്ടിപ്പിടിച്ച് കുഞ്ഞാടിനെ പൂജിക്കാഞ്ഞ, അവൻ വെളിയിലൊക്കെ അലഞ്ഞു നടന്നവനെല്ലാം കൂടെ എന്തോ സംഭവിച്ചു? മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു. ഉണ്ടോ? കൽപ്പന പ്രമാണിച്ചവനെല്ലാം പാട്ടുപാടി കനാലിലോട്ട് പോവുക. അവര് പാടുക ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ജീവിതം എനിക്കാനന്ദമേ ഓ ജീവിതം എനിക്കാനന്ദമേ കുഞ്ഞാടിന്റെ നിലയെറിയ കുഞ്ഞാടിന്റെ വിലയേറിയ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ. ഇതാ പ്രമാണം അനുസരിച്ചവൻ, കൽപ്പന പ്രമാണിച്ചവൻ ഈ പാട്ടും പാടി പോവുക. അന്നേരം അപ്പറേ റെക്കാർഡാ. എന്നാലും മരണം മനസ്സിലാകുന്നുണ്ടോ? ആമ്പിള്ളേർ പാട്ടുപാടി കനാലിലോട്ട് പോകുന്നെന്ന്. ആര്? കൽപ്പന പ്രമാണിച്ചവനെല്ലാം കൂടെ. അന്നേരം തെങ്ങ കോളാമ്പി വെച്ച് ഇവൻ പാടുക മരണം കൂടെ പാരുന്നേ ജീവിത ഗൈതികളും സാൽക്കർമ്മങ്ങൾ ചെയ്യുക നീ. തലമുറ പറയാ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. മരണം വരുമാരുന്നാൾ ഓർക്കുക നീ പറഞ്ഞേ പഠിക്കലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മണിപുത്രന്മാരെ തിരികെ വരുന്നുവെന്ന് ആണുങ്ങൾ പാടുക. മനോഹരമായ കനാദേശമേ, മനോഹരമായ കനാദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശം.
ആകാശമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ദൈവത്തെ ശ്രദ്ധിക്കേ, നീ കൽപ്പന പ്രമാണിച്ചാൽ ഒരു ദോഷവും വരികയില്ല. ദൈവകൽപ്പനയാകുന്ന കുഞ്ഞാടനെ എടുത്ത് ചോദരിച്ച് ചോരത്തളി ആചരിച്ച് സാഗലയെണ്ണോ ജയത്തിന്റെ പാട്ടുപാടി കനാനിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ കൽപ്പന പ്രമാണിക്കുന്നവൻ ചവോടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. നരണരാജനെ വിളിക്കാൻ അല്ലെ കലയെടുത്ത് യോധനെ വിളിക്കാം. അതാകുമ്പോ എല്ലാം കൊണ്ടുവന്നോളും. അതിൻ്റെ ആംബുലൻസും ഉണ്ട്, പാട്ടുകാരും ഉണ്ട്. നാളെ യോസം മണ്ണ് വരെ കൊണ്ടുവന്നു. വേറെ ഞങ്ങളുടെ അമ്മ അടക്കാൻ നിർത്തി ഞാൻ പറഞ്ഞു, യോസെ പെട്ടിക്കുള്ളിൽ അച്ഛൻ എൻ്റെ കയറുണ്ടെന്ന്. കയറുമായിട്ടാ വന്ന്. വല്ലതും ജോസിൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ അതല്ല നമ്മുടെ പാട്ടുകാരൻ ജോസ് എന്നാ കെവൻലിയോ യോസ് പാടിക്കാരൻ. പിന്നെ കയറ് വരെ യോസിൻ്റെ കയ്യിലുണ്ട്. നീ ഒന്ന് കത്ത് കൊടുത്താൽ മതി, യോസ് കിട്ടിയാൽ എന്നെ താഴ്ത്തവ. ഒരു കാര്യം പറയാം, കൽപ്പന പ്രമാണിച്ചവനെല്ലാം ജയത്തിന്റെ പാട്ട് പാടി മുമ്പോട്ട് പോവുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, നീ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നെഞ്ചും നെറ്റിയും കൊടുത്ത് മുന്നോട്ട് വാ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇടമ്മല നോക്കാതെ നീ മുകളിലോട്ട് കർത്താവിനെ ഒന്ന് നോക്കി ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കുക, നിനക്കൊരു ദോഷവും വരികയല്ലെന്നാ. ഞാൻ പെന്തിക്കോസ് വന്ന അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്, യേശുവിനെ അറിയുന്നത്. രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു വകയിൽ ഉപ്പാപ്പൻ ഇരിക്കുന്നതിന് പറഞ്ഞ് ഇയാൾ ബന്ധിക്കോസിലാണെന്ന് ചോദിക്കുന്നത് പോലും അറിയാം. ബന്ധിക്കോസ് ചെല്ലു പറഞ്ഞ് പെന്തിക്കോസ്, പിന്നെ ചെല്ലു പറഞ്ഞ പെന്തിക്കുസ്ത. ചുമ്മാ വർത്താനം പറയാനറിയാൻ മേല. ഉപ്പാപ്പനോട് ചോദിക്കുക, ഇയാൾ പെന്തിക്കോസിലല്ലേ? ഞാൻ പറഞ്ഞത് മുടിഞ്ഞു പോവുകയുള്ളെന്ന് പറഞ്ഞ. ഉപ്പാപ്പൻ മരിച്ചു, ഇപ്പോഴും സങ്കടമുണ്ട്. ഞാനിതുവരെ മുടിഞ്ഞിട്ടില്ല. എടാ മുടിയത്തുമില്ല. മുടിക്കാനല്ല യേശു വന്നത്, നിനക്ക് സമൃദ്ധിയായ ജീവൻ തരാനാ. അറുക്കാനും മുടിക്കാനും വന്നവൻ പിശാചാ. യേശു വന്നത് നിനക്ക് സമൃദ്ധിയായ ജീവൻ തരാനാ. അവിടുന്ന് ജീവന്റെ ഉടയവനാണ്, അവിടുന്ന് ജീവന്റെ ധാരാവാണെന്ന്. അതികൾ ഒടിച്ചെന്ന് കാക്കുന്നവൻ പച്ചനാദികൾ തന്നു നിത്യ പോറ്റുന്നവൻ. അതികൾ ഒടിച്ചെന്ന് കാക്കുന്നവൻ പച്ചനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതിമാനിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനേ മനുവേലേ, ജീവനായകനേ മനുവേലേ, ജീവനായകനേ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, അവൻ അറുക്കാനും മുടിക്കാനും പിശാചാ വരുന്നത്. യേശു വന്നത് അവൻ നിനക്ക് സമൃദ്ധിയായ ജീവൻ തരാനാ. നിന്റെ മരണഭാഷങ്ങളെ അടിച്ചു മാറ്റി, പാതാള വേദനകളെ അടിച്ചു മാറ്റി, നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കി ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ള നാസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കും. കൽപ്പന പ്രമാണിച്ചവനെല്ലാം ചവോടക്ക് നടത്തി. ഊപ്പാട് വരുമ്പോൾ കൽപ്പന പ്രമാണിച്ചവനെല്ലാം പാട്ടുപാടി മറുകരയിലോട്ട് പോവുക. കണ്ടെങ്കിലും നീ പഠിക്കേ. ദൈവത്തിന് മഹത്വം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല. പക്ഷേ പെട്ടെന്ന് നമുക്ക് പോകണം. വായിച്ചേച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-14 വായിക്കേ പെട്ടെന്ന്. ഇടത്ത് വശത്തെ മേളിൽ വായിച്ചു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. മതി മുങ്ങുന്ന വിഷയം പറയണം. മുമ്പേ പറഞ്ഞല്ലോ മുങ്ങി. നീ യോഗത്തിൽ നിന്ന് മുങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്, എന്നുവെച്ചാൽ സ്നാനപ്പെടുന്ന കാര്യമാണ് പറയുന്നത്.
ചെല്ലു പറഞ്ഞ് ഞാൻ പെടത്തില്ല, ആടിനെ ഇടിക്കുകയല്ലൊക്കെ ഞാൻ കണ്ടായിരിക്കുന്നത്. കെട്ടിച്ചാൻ അടുത്ത് ഇടിച്ച് മറിച്ചിടാൻ പോവാന്ന് ഒക്കെ എനിക്ക് നല്ല ബോധമുണ്ടെന്ന്. പിന്നെ ഈ ആടിനെ നമ്മൾ ചെറിയ കൈത്തോടൊന്ന് പിടിച്ച് ആടിങ്ങനെ മുങ്ങണമെന്നാ പറഞ്ഞ്. അല്ല, മുങ്ങിയല്ലോ. പശ്ചാത്തല ഭാഗമൊന്നും വിസ്തരിക്കുന്നില്ല. 5:1 വായിച്ചോ മോളെ. 5:1. അരാം രാജാവിന്റെ സേനാപതിയായ നല്ല പൊസിഷനിലുള്ള അച്ചായന. അച്ചായൻ നല്ല പൊസിഷനാ. സ്റ്റാറും ഒക്കെ വെച്ചിട്ടുണ്ട് ഇറങ്ങി വന്നാൽ കാണുന്നവനല്ല. പക്ഷെ ഡ്രസ്സ് ഊരരുത്, മുഴുവൻ കുട്ടവാ. എന്നാൽ അച്ചാൻ്റെ സ്റ്റാറല്ല, താറാകും. മിക്കതും സ്റ്റാറിന്റെ വച്ചേ ഉള്ളൂ, മുഴുവൻ കുഷ്ഠവാ. അരാം സൈന്യത്തിന്റെ സേനാപതിയാ. അരാം രാജാവിന്റെ സേനാപതി അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാൻ അവനെ മഹാനും മാന്യനുമായി. ഭയങ്കര മാന്യനാണ്, മഹാനാണ്, സേനാപതിയാണ്, നല്ല പൊസിഷൻ ഉണ്ട്, എല്ലാം കൊണ്ട് വെച്ചാ. പക്ഷെ കുടുംബത്ത് കയറാനൊക്കെ അല്ല, തള്ള കയറ്റുകയല്ല. കാരണം കുട്ടമാണ്, പരുവക്കേടാ, വിസ്തരിക്കുന്നില്ല. കുഷ്ഠരോഗി, എപ്പോഴും പരുവക്കേടാ, ആരും അടുക്കത്തില്ല. അറിഞ്ഞാൽ അടുക്കുകയല്ല. പിന്നെ സോട്ടും കൂട്ടുമൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യണം. ഊരരുത്, കൈ അടിക്കുമ്പോഴേ അറിയാം അവറാച്ചൻ. ചുരുക്കി പറഞ്ഞാൽ ഇവന് കുഷ്ഠരോഗം കൊണ്ട് പരുവക്കേടാ. ഇവർ പണ്ട് യുദ്ധത്തിന് പോയപ്പോൾ അവിടെ നിന്ന് ഒരു പെങ്കൊച്ചിനെ അല്ല, തള്ളയ്ക്ക് തള്ള ജോലിയൊന്നും ചെയ്യുന്ന തള്ളയല്ലെന്ന്, കള്ളിത്തള്ളയാന്നാ തോന്നുന്നത്. അങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. ഒരു ജോലി ചെയ്യത്തില്ല, കസേര നിറച്ചിരിക്കും. തങ്കയെ കാപ്പി ഒക്കെ ഉടനെ കവണിയെല്ലാം തൂത്ത് വെച്ച് കൊച്ചമ്മേ കുടിച്ചാട്ടെ. കടുപ്പമില്ല അവിടെ. ഇതെല്ലാം കുടിച്ചാകുന്നതല്ലാതെ കാശിന് ജോലി ചെയ്യുകയല്ല ചിലത് ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കേസുകളുണ്ട്. അപ്പൊ അടുക്കളപ്പണിക്ക് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നടാ, ഇസ്രായേൽക്കാരത്തി പെൺകുട്ടി. പക്ഷെ അവള് കൃപയുള്ള കൊച്ച, അവള് ദൈവകൃപയുള്ളവളാ. അവൾ ഈ വീടിലെ ലക്ഷണവും പരുവക്കേടും ഒക്കെ കണ്ടപ്പോൾ കൊച്ചമ്മയോട് പറഞ്ഞു, കൊച്ചമ്മേ അച്ചാനെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, സേനാപതിയാ, മാന്യനാ, മഹാനാ, പക്ഷെ പെരക്കകത്ത് കയറാൻ മേലാല, പുള്ളി പെരക്കി ചുറ്റും മട്ടമടിച്ച് നടക്കുക. അതുകൊണ്ട് അച്ചായനെ വിടുതൽ കിട്ടാനൊരു മാർഗമുണ്ട്. സ്തോത്രം. ഒറ്റ മാർഗമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പ്രാർത്ഥിക്കുന്നൊരു ഉപദേശമുണ്ട്. അച്ചായനെ അങ്ങോട്ട് വിടുകയാണെങ്കിൽ സൂക്ഷം വിടുതല. നീ തിയോളജി ഒന്നും മറക്കണ്ട. കൊച്ചുങ്ങളെല്ലാം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. പഠിക്കുന്നവരോടോ സഹകരിക്കുന്നവരോടോ കൂടെയുള്ളവരോടോ കൂട്ടുകാരോടൊക്കെ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശു നിന്നെ രക്ഷിക്കും. ആന്ത്രോപോളജി, ന്യൂമറ്റോളജി, എസ്കറ്റോളജി, അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. അതൊന്നും നീ പറയണ്ട. അത് പഠിച്ചവരാരിപ്പോ ഒന്നും പറയുന്നില്ലല്ലോ. അങ്ങനെ പഠിച്ച് പോകുന്നല്ല. ആരോട് അവർക്ക് തന്നെ ഇപ്പം വിശ്വാസം ഇല്ലത് ഉണ്ടതാണോ എന്ന്. എന്നാലും താണ്ട് തങ്ങമ്മ കയറി തീർത്ത് പറയുക കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഇവള് നല്ല പെങ്കൊച്ച, അല്ല ഇവള് മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുകയല്ല. അച്ഛമ്മ അങ്ങോട്ട് പോകുമ്പോൾ മോള് അങ്ങനെ മൊബൈലിൽ തന്നെ കളിച്ചിരിക്കുന്ന പെൺപിള്ളേരുണ്ട്. വീട്ടുജോലിയൊന്നും ചെയ്യുകയല്ല. തള്ള അടുക്കളയിൽ കാണുന്ന പാണത് ഊപ്പാട് വരിക. എന്നാൽ തള്ള പറഞ്ഞു കൊടുക്കേണ്ട, ഇടിയെ കറിക്കരിക്കാൻ, സാമ്പാറിന് അരിഞ്ഞു തരാൻ. ഇന്നാളെ ഒരാൾ പറഞ്ഞു സാമ്പാറിന് അരിഞ്ഞ എങ്ങനെയാന്ന്. നൈവാനിയസ് കോളേജിൽ 3 വർഷത്തെ കോഴ്സ്, സാമ്പാറിന് അരിയുന്നത് എങ്ങനെയാ മോളെ സാമ്പാറിന് അരിയുന്നത്? കൊച്ചെ സാമ്പാറിന് അരിയുന്നത് എഴുന്നേറ്റ് പറ. കൊച്ചെ സാമ്പാറിന് അരിയുന്നത് എങ്ങനെയാന്ന് കൊച്ചിൻ്റെ മോളെ, നീ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാ അത് അരിയുന്നത്? കഷണം? അത് കഷണത്തിന്റെ വലിപ്പം പറ. തള്ള ഇന്ന് നിന്നെ കഷണിക്കും അങ്ങോട്ട്. ആ തള്ള പറഞ്ഞു, എന്നെയും കൂടെ നാണം കെടുത്താൻ ഉന്നമ്മച്ചോട് ഇരിപ്പുണ്ട് കേട്ടോ, അങ്ങോട്ട് ചെല്ലിയോ കഴിഞ്ഞു. അപ്പൊ ഈ കൊച്ചുങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കണ്ടേ? തോരൻ വെക്കാൻ എങ്ങനെ, സാമ്പാറിന് എങ്ങനെ, മെഴുക്ക് പുരട്ടി ഇങ്ങനെ, ഇതെല്ലാം അമ്മമാര് അമ്മ അടുക്കള കയറുമ്പോൾ മോളെയും കൂടെ കയറ്റണമെന്ന്. ഈ കൊച്ചുങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് വലിയ തരക്കേടില്ല. അടുക്കളയിലൊക്കെ കയറുമോ? കഴിക്കാൻ കയറുന്ന കാര്യമല്ലേ ചോദിച്ചാൽ. കൂടെ കയറും പാഷേ.
പിന്നെ പകുടിച്ചാൻ്റെ ആണോ അത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം മറ്റൊന്നുമല്ല, ഇവള് നല്ലൊരു പെങ്കൊച്ച. അവളെ അടുക്കള പണിക്കും വീട്ടുവേലയ്ക്കൊക്കെ ഞാൻ നിൽക്കുന്നെങ്കിലും ഇവള് ആത്മഭാരമുള്ളവളാണ്. അവള് പറഞ്ഞ അമ്മാമ്മ അച്ചായനെ ഞങ്ങളുടെ നാട്ടിലൊരു ഉപദേശി കൊണ്ടുപോയി പ്രാർത്ഥിച്ച സൂക്ഷം വിടുതല. ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ അമ്മാമ്മ പറഞ്ഞു, പിന്നെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന് കൊച്ച് നമ്മൾ ഉപദേശിക്കുന്നവളല്ല, അവിടെ നാട്ടിലൊരു പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്നാ പറയുന്നത്. എന്തിനേറെ ഇയാള് പലയിടത്തും പോയി, എന്ത് ചെയ്തിട്ടും കൂടോത്രത്തിന് പോയി, അറബിക്കെട്ടിന് പോയി, കൂടോത്രത്തിന് പോയി, ശുദ്രം ചെയ്യാൻ പോയി, കബഡി നിരത്തി, പിന്നെ അത് ചെയ്തു ഇത് ചെയ്തു, തെക്കോട്ടോടി കിഴക്കൊട്ടോടി വടക്കൊട്ടോടി പടിഞ്ഞാട്ടോടി ഓടിയിട്ടൊന്നും ഇയാൾ ഈ ഓട്ടമല്ലാതെ ഇയാൾക്കൊരു തൊത്തത് കിട്ടുന്നില്ല. ഒറ്റ കൈക്ക് പോകുക ഇനി ഉപദേശം എടുക്കലോട്ടെ. ആമന് എന്തോ വിടുതൽ കിട്ടാൻ. ചുരുക്കി പറഞ്ഞാൽ സമ്മാനമെല്ലാം കൂടെ എടുത്തുകൊണ്ട് കരുതിക്ക് കോപ്പുമൊക്കെ ഇട്ട് പുള്ളി അങ്ങോട്ട് പോകുമ്പോൾ ഇവന്റെ ചിന്ത, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉപദേശി എന്നെ കാണും. ആ കണ്ട ഉടനെ ഉപദേശി ചാടി ഇറങ്ങി വന്ന് രോഗമുള്ള ഭാഗത്ത് ഇങ്ങനെ ആറ്റി വീശി റൈറ്റ് നൗ കിടക്കുന്നെന്നും പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഒന്നും നടന്നില്ല. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഉപദേശി മൈൻഡ് ചെയ്തിട്ട് അവിടെ വന്നവർക്കെല്ലാം പ്രാർത്ഥിച്ച് ആലോചനയെല്ലാം പറഞ്ഞ് ലാസ്റ്റ് വന്ന് ചോദിച്ചു, ഇന്നയാളാ കാര്യമൊക്കെ തിരക്കിയപ്പോൾ കുഷ്ഠരോഗിയാണ്. അപ്പോൾ ഉപദേശി പറഞ്ഞ ഭാഗമാ, നീ പെട്ടെന്ന് യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങണം. ആദ്യം കുളിക്കാനാ പറഞ്ഞത്. അത് കുളിക്കുന്നത് നല്ലതാ. ഇത് പറഞ്ഞപ്പോൾ ഇയാൾ കുത്തിച്ചു. ഈ കലക്കവെള്ളത്തിൽ വന്ന് മുങ്ങേണ്ട കാര്യം എനിക്കെന്നാ? എന്റെ പൊസിഷൻ എന്തുവാ? ഞാൻ മഹാനന്ദിയോ? ഞാൻ മിടുക്കനല്ലേ? പിന്നെ ഈ കലക്കവെള്ളത്തിൽ ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങുന്നതെല്ലാം സ്റ്റാൻഡേർഡ് കുറഞ്ഞവരാന്നാണ്. എടാ പൊട്ട, ഞങ്ങള് തറവാട്ടുകാര് സ്റ്റാൻഡേർഡ് ഉള്ളവര് കുരിശുമൂട്ടിക്കാര് വെള്ളത്തിൽ മുങ്ങണോ? എടാ, നിനക്ക് കുരിശുമൂടെന്ന് നിന്റെ വീടിന് പേര് വന്നത് ഒരുവൻ കുരിശേ കയറിയത് കൊണ്ടാണ്. ആ കുരിശേ കയറിയവൻ കയറുന്നതിന് മുന്നേ വെള്ളത്തിൽ മുങ്ങിക്കാണിച്ചതാ. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്നോട് പറയാനുള്ള സന്ദേശം ഇതാ, നീ വെള്ളത്തിൽ മുങ്ങിയേ ഒക്കൂ. ഇവൻ കുർത്തിച്ച് പുറപ്പെട്ടേച്ച് ഞങ്ങളുടെ അവിടെ അപാനയും പറപ്പരിവൊക്കെ ഉണ്ടെന്ന് തെളിഞ്ഞ വെള്ളം, പിന്നെ കലക്ക വെള്ളത്തിൽ വന്ന് മുങ്ങണോ? എന്തിനേറെ കൂടെ എടുത്തിന് പോലെ ഉള്ളവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എന്റെ പൊന്നെ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനല്ല പറഞ്ഞ, തിരുമേനി മുങ്ങാനാ പറഞ്ഞു. തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി തിരുമേനി മുങ്ങാൻ. അങ്ങനല്ലേ മോളെ എഴുതിയേക്കുന്നത്? അതുള്ളവൻ വന്നെന്നാ പറഞ്ഞേ, അവന്റെ ഭൃത്യന്മാർ അടുത്ത് വന്ന് അവനോട്, കൂടെയുള്ള ഇയാൾക്ക് വെളിവില്ലെങ്കിലും കൂടെയുള്ളവന് വെളിവുണ്ടായിരുന്നു. അവന്റെ ഭൃത്യന്മാർ അടുത്ത് വന്ന് അവനോട്, പിതാവേ, കിഴക്കിന്റെ പിതാവേ മുങ്ങണം. പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം പ്രവാചകൻ വലിയൊരു കാര്യം പിതാവ് കേട്ടോണേ. പിതാവേ വായിരുമോളെ, പ്രവാചകൻ വലിയൊരു കാര്യം പ്രവാചകൻ നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, പിതാവേ നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? എന്റെ പിതാവേ ചെയ്യാതിരിക്കുമോ? പിതാവേ. പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാ എന്ന് നിന്നോട് കൽപ്പിച്ചാൽ, പിതാവേ കുളിക്കാനല്ലേ വെള്ളത്തിലിറങ്ങാനല്ലേ പറഞ്ഞ, അല്ലാതെ പ്ലെയിനെ കയറാൻ പറഞ്ഞോ? ഇല്ലല്ലോ, റോക്കറ്റ് കയറി തിരിച്ചു പോവാ സൗഖ്യമാനല്ലോ പറഞ്ഞേ, വെള്ളത്തിലോട്ട് ഇറങ്ങാനല്ലേ പറഞ്ഞേ. പിതാവേ വായു. പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാ എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അവൻ ചെന്ന്, പിതാവിന് ഇപ്പൊ ബോധമുണ്ടായി. ഏതായാലും ഈ പിതാവിന് ബോധം ഉണ്ടായല്ലോ. ഒരുമാതിരിപ്പെട്ട പിതാവിനൊന്നും ബോധമില്ലല്ലോ. ഈ പിതാവിന് ബോധം ഉണ്ടായി. അപ്പൊ പിതാവിന് ബോധമുണ്ടായി. അടുത്ത വാക്യം, ദൈവപുരുഷന്റെ വചനപ്രകാരം, കൽപ്പന പ്രകാരം വചനപ്രകാരം പിതാവ് യോർദാനിൽ 7 നയവാനെന്ന ഈ പിതാവ് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അടുത്തത്, അവന്റെ ദേഹം ചെറിയ ബാലന്റെ
ഒരു ചെറിയ ബാലന്റെ ദേഹം പോലെ കൽപ്പന പ്രമാണിച്ചാൽ നിനക്ക് രോഗശാന്തി ഉണ്ടാകും. ഇന്ന് രാത്രി രോഗപീഠകളിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നീ ദൈവകൽപ്പന പ്രമാണിച്ചാൽ നിനക്ക് രോഗശാന്തിയാ. ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, ഹാർട്ട് പ്രോബ്ലം ആയിരിക്കാം, കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ഷുഗർ കൂടി അങ്ങേയറ്റം പറ്റിക്കാണും, മാരക രോഗം, മാറാ രോഗം നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. വൈദ്യശാസ്ത്രം പറഞ്ഞു കാണും രക്ഷപ്പെടത്തില്ല, ഇനി അധിക ദിവസമില്ല എന്നൊക്കെ പറഞ്ഞു കാണും. ഞാൻ എതിർക്കുന്നില്ല, വൈദ്യശാസ്ത്രം അങ്ങനെയൊക്കെ പറയട്ടെ. എന്നാൽ ഇന്ന് രാത്രി ദൈവശാസ്ത്രത്തിന്റെ വിധിപ്രകാരം പറയുക, നീ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചാൽ ഇന്ന് രാത്രി നിന്റെ രോഗാത്മാവിനെ അടിച്ചു മാറ്റി, നിന്റെ മാറാ രോഗത്തെ നീക്കി ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു നിന്നെ സൗഖ്യമാക്കും. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. സൗഖ്യത്തിന്റെ ഉറവിടമാ അവിടുത്തെ അടിപ്പണരാൽ നിനക്ക് സൗഖ്യം വന്നു പിടിക്കുക. ഇന്ന് രാത്രി നിന്റെ രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരപ്പിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ ഉരുക്കി മാറ്റി യേശു നിന്നെ സൗഖ്യമാക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. രോഗിയായിട്ടായിരിക്കും ഇവിടെ വന്നത്, പക്ഷെ തിരിച്ചങ്ങനെ വിടത്തില്ല. ഇന്ന് രാത്രി സൗഖ്യമേറ്റെടുക്ക്. അവൻ വേഗത്തിലോടുന്ന വചനം ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന വചനം. 7 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി, അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലായി. പൂർണ്ണ സൗഖ്യം. മുങ്ങണം. യേശു മാതൃക കാണിച്ചു. പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചു ഒന്നുമല്ല, വേദപുസ്തകത്തിൽ തെളിവുണ്ട്. സ്തോത്രം. യേശു സ്നാനപ്പെടാൻ ചെന്നപ്പോൾ യോഹന്നാൻ തടഞ്ഞു. അപ്പോൾ യേശു യോഹന്നാനെ കാര്യം പറഞ്ഞു. ഇത് ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് അതാ. തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ, നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ, നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ, അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. യോഹന്നാൻ പറയാ, അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. തടയുന്നിത സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ, നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ, നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ, അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ, സാഫല്യമേകിടുവാൻ ഞാനിന്നു വന്നിരിക്കെ, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതം, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതം, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമോ, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമോ. രാത്രി ദൈവകൽപ്പന പ്രമാണിച്ചാൽ നിനക്കൊരു ദോഷം വരികയില്ല. ഒന്ന്, കൽപ്പന പ്രമാണിച്ചവർക്ക് സംഹാരബാധയിൽ നിന്ന് രക്ഷ. 2, കൽപ്പന പ്രമാണിച്ചവർക്ക് മാറാ രോഗത്തിൽ നിന്ന് വിടുതൽ. ഒരു വാക്യം കൂടെ വായിച്ച് എൻ്റെ പ്രസംഗം നിർത്തുക. ഇത് അധികം പ്രസംഗിക്കുന്നില്ല, വായിച്ചങ്ങ് വിടുമോളെ. കൽപ്പന പ്രമാണിച്ചവർക്കുള്ള വിശേഷത ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 15-16 വായിച്ച് അറിവുള്ള വാക്യമാ. വായിച്ചോ. ഉൽപ്പത്തി 22:15-16. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തിൽ നിന്ന് അബ്രഹാമിനോട് വിളിച്ചരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു.
ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ. നീ ഈ കാര്യം ചെയ്തെന്ന് കൽപ്പന പ്രമാണിച്ചെന്ന്, നീ ഈ കാര്യം ചെയ്തു. അങ്ങനെ അടിയാക്കുന്നത് ചെയ്യാമെന്നോ ചെയ്തോ പിന്നെ ചെയ്യാന്നല്ല, നീ ചെയ്തല്ലോ. ആ ചെയ്തവൻ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് പറയുക, ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പശ്ചാത്തല ഭാഗം ഒന്നും വിസ്തരിക്കുന്നില്ല. അപ്പനും മോനും കൂടെ ആരാധനയ്ക്ക് പോവുക. ചെറുക്കനെ കണ്ടിക്കണം, ഇസഹാക്കിനെ ഹോമയാഗം. അരുളപ്പാട് കേട്ട് അപ്പുറം അടങ്ങിക്കിടന്നില്ല. അവറാജൻ അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരിയെല്ലാം കൂടെ കൂട്ടി ചെറുക്കന് അനുസരണയുള്ളതാ. സ്തോത്രം. തന്നെയല്ല ചെറുക്കനോട് നേരത്തെ കണ്ടിക്കാനാന്ന് അവനോട് പറഞ്ഞില്ല. അവനെന്നെ വഴി വെച്ച് ഇന്നത്തെ ചെറുക്കനാന്നെ അപ്പനെ കണ്ടിക്കും. ഞാനിങ്ങനെ സ്തോത്രമെല്ലാം പറഞ്ഞ് എന്നെ കണ്ടിക്കാനാണോ? മിണ്ടിയില്ല. അപ്പനും മോനും കടുതയ്ക്ക് കോപ്പും ഒക്കെ ഇട്ട് ബാല്യക്കാരുമായിട്ട് പോയപ്പോൾ ചെറുക്കനിടയ്ക്ക് ചോദിച്ചു, അപ്പച്ച കത്തിയും വിറകും ഒക്കെ ഉണ്ട് യാഗത്തിനുള്ള മൃഗമന്തിയെ. അപ്പോൾ അബ്രഹാം പറഞ്ഞു, മോനെ യഹോവ കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, നിന്റെ സന്തതിക്ക് വേണ്ടി സന്തതിയുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നീ ഒന്നും കരുതിയില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. കൽപ്പന അങ്ങ് പ്രമാണിച്ചാൽ മതി. നിന്റെ സന്തതിക്ക് വേണ്ടി ദൈവം കരുതും. പ്രൈസ് ദി ലോർഡ്. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. അപ്പനും മകനും കൂടെ യാത്ര ചെയ്തു. ദൂരെ വെച്ചപ്പുറക സ്ഥലം കണ്ടോടനെ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കടുതയുമായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ വേർപാടിനെ കാണിക്കുന്നതാ. വേർപാട് 22-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് 2 കാര്യമാണ്: ആരാധനയും വേർപാടും. ആരാധനയും വേർപാടും കർക്കശമായി പാലിക്കുന്ന നിനക്ക് ഒരു ദോഷവും വരികയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്തുക, ഇനിയും വിസ്തരിക്കുന്നില്ല. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ആമൻ സ്തോത്രം. ആമൻ വേർപെട്ട ദൈവമക്കൾ വേണം ദൈവത്തെ ആരാധിക്കാൻ. കർക്കശമായ വേർപാട് പാലിച്ച് വേണം ദൈവത്തെ ആരാധിക്കുവാൻ. അതുകൊണ്ടാണ് പ്രകാരം പറഞ്ഞ്, നിങ്ങൾ ഈ കടുതയുമായിട്ട് ഇവിടെ ഇരിക്കെ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. ആരാധനയ്ക്ക് വേർപാടുണ്ടെന്ന് ലോകത്തോടും പാപത്തോടും ഈ സമൂഹത്തോടുമൊക്കെ ആമൻ വചനത്തിനും പ്രമാണത്തിനും നിരക്കാത്ത വിഷയത്തിൽ വേർപാട് പാലിച്ച് വേണം ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ. നാടോടുമ്പോൾ നടുവേ ഓടുന്നതല്ല, ചേരത്തിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം വെട്ടി ആമൻ കഴിക്കുന്ന നല്ല പ്രമാണം. നമുക്കൊരു പ്രമാണമുണ്ട്, അത് സ്വർഗീയ പ്രമാണമാണ്. വേർപാട് പാലിക്കുന്ന ദൈവമക്കളെ നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹിക്കും. ആമൻ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ആ കൽപ്പന ആര് പ്രമാണിക്കും? അവർക്കൊരു ദോഷവും വരികയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്തുകയാ. ദൈവത്തിന് മഹത്വം. അപ്പോസ്തല പ്രവൃത്തി 1:4 കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരെ പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആര് യെരൂശലേം വിട്ടു പോകരുത്. ആ കൽപ്പന കൊടുത്തു. കൽപ്പന അക്ഷരം പ്രതി അനുസരിച്ച് 120 പേര് കൂടുന്ന സംഘം ഒന്നിച്ചു കൂടെയിരുന്നു. 2-ാം അധ്യായത്തിൽ 50-ാം ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചു. കൽപ്പന പ്രമാണിച്ചവന് അഭിഷേകത്തിൽ ദൈവം നിറച്ചു. 1 കൽപ്പന പ്രമാണിക്കണം, രക്ഷാനിർണയം പ്രാപിക്കണം. 2 കൽപ്പന പ്രമാണിക്കണം, വെള്ളത്തിൽ മുങ്ങണം. 3 കൽപ്പന വേർപാടിന്റെ ആരാധന. 4 കൽപ്പന പരിശുദ്ധാത്മ നിറവിനെ പ്രാപിക്കണം. ഈ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ദോഷവും സംഭവിക്കത്തില്ല. കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയാൽ ദൈവകൽപ്പന പ്രമാണിച്ച് ഒരു ദൈവവൈതലായി വിശ്വസ്തരായി വിശുദ്ധരായി യേശുവിനെ ആരാധിപ്പാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം എന്നെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ കൽപ്പന പ്രമാണിക്കുവാൻ, അവിടുത്തെ കൽപ്പന ആചരിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു അനുഗ്രഹിക്കും. ഒരു നിമിഷം എല്ലാവരും സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. അവിടുത്തെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നുവാ
മഹത്വം കൊടുത്താട്ടെ. അല്പസമയം പോയെങ്കിലും സമീപവാസികളും ദേശവാസികളും പന്തലിന്റെ കീഴിരുന്ന മാന്യ ദൈവമക്കളും എല്ലാം എന്നെ കേട്ടതിന് ഒത്തിരി നന്ദി. ദൈവകൽപ്പന പ്രമാണിക്കാൻ ഒരു ദോഷവും നിങ്ങൾക്ക് വരികയില്ല. ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച വെകുടിച്ചായന്, ചുമതലപ്പെട്ടവര്, ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റർ, മാന്യ സഹോദരന്മാര്, എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങൾ വന്ന ആശീർവാദം കഴിഞ്ഞ് ഇപ്പം പ്രാർത്ഥിച്ച് ആശീർവാദം പറയണം. നന്ദിവാചകമൊക്കെ അത് കഴിഞ്ഞ് പറയാം. അന്തരീക്ഷത്തിലങ്ങ് പ്രാർത്ഥിച്ചങ്ങ് നിർത്ത്. മിക്കടത്തിൽ ഒടുവിൽ പറഞ്ഞത് കുളവാക്കും. അന്തരീക്ഷം പോകും, ഷാജി കയറി പ്രവർത്തിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചങ്ങ് ആശീർവാദം പറഞ്ഞേച്ച് പിന്നെ നന്ദി പറയാം. അതൊക്കെ മൈക്കിക്കൊണ്ടല്ല, എല്ലാവരും കേട്ടോളൂ. ഇപ്പൊ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വലിയ ദൈവീയ സന്ദേശം നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നല്ലോ. ദേശത്തോട് ദൈവം ശക്തമായി ഇടപെടുവാനിടയായി. ഇന്നലെയും ഇന്നും ഒരേ ആലോചന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ദേശത്തോട് ദൈവം ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ സമയം മുൻപോട്ട് പോയത് കൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ആർക്കെങ്കിലും ഞങ്ങളുടെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, യേശുവിന് വേണ്ടി മരണത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുന്ന സ്നാനത്തിന് പങ്കാളികളാകുവാൻ താല്പര്യപ്പെടുന്നവർ, രോഗസൗഖ്യം പ്രാപിക്കേണ്ടവർ, ഹല്ലേലൂയ, ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ ഈ മെതുമേൽ ദേശത്തിന്റെ ദേശനിവാസികളെ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന ദിവസമാണ്. ദൈവസഭ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ കൺവെൻഷൻ വലിയ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായി, നിങ്ങളുടെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി ദൈവം മാറ്റട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രദീപ് ഹല്ലേലൂയ പത്തനാപുരം മുൻപോട്ട് കടന്നു വന്ന് ഹല്ലേലൂയ ഈ സമയം പ്രാർത്ഥിക്കുന്നതായിരിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ നിന്ന് ആമേൻ ഹല്ലേലൂയ സുവിശേഷ ഘോഷണം കർത്താവേ ഈ ദേശത്തിന്റെ വിടുതലിനായി കാരണമായി തീരണമേ എന്ന് അടിയങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ദാസന്മാർ ഇന്നലെയും ഇന്നും ഇവിടെ കടന്നു വന്ന് വളരെ ശക്തമായി അങ്ങയുടെ വചനം ആമേൻ ഘോഷിക്കുവാൻ അപ്പാ അങ്ങയുടെ അഭിഷിക്തന്മാരെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. ഈ കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും അപ്പാ ഈ ചുറ്റുപാടുള്ള ദേശങ്ങളെ ഒക്കെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏനാത്ത്, കളമല, മെതുമേൽ, പട്ടാഴി, ആറാട്ടുപുഴ, സ്തോത്രം, ഹല്ലേലൂയ, ചെളുകുഴി, ഈ എല്ലാ പ്രദേശത്തെയും അങ്ങയുടെ പൊൻകരത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആത്മീയ കണ്ണുകളെ അവിടുന്ന് തുറപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിച്ചു മാനിച്ച് അനുഗ്രഹിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ദൈവജനത്തിന്റെയും സഹപ്രവർത്തകരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശേഷാൽ ഇന്ന് കടന്നു വന്ന 2 അഭിഷിക്ത ദൈവദാസന്മാരെയും അങ്ങ് ശക്തമായി ഉപയോഗിച്ചവരെ ഓർത്തു സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിലിരുന്ന് അപ്പാ ഹല്ലേലൂയ തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ആമേൻ ഹല്ലേലൂയ ദൈവദാസനെ അപ്പാ ഹല്ലേലൂയ അങ്ങയുടെ ശക്തിയുടെ വല്ലഭത്വം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അതേ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ നല്ല പിതാവേ.